ഐ ആം നദീറ ബേൺബ്രൈറ്റർ. നമ്മുടെ പുതിയൊരു ലെസൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചിന്തിക്കുന്നത് പോലും ചിന്തിച്ചു കൊണ്ടായിരിക്കണം. അപ്പം നമ്മുടെ ചിന്തകളാണ് നമ്മുടെ ജീവിതത്തെ ആകെ മാറ്റിമറിക്കുന്നത്. നമ്മൾ ചിന്തിക്കുന്നത് സാഹചര്യങ്ങളുടെയും ആളുകളുടെയും ഒക്കെ ഇടപെടലുകളാണ് നമുക്കറിയാം. ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് എനർജി സക്കേഴ്സ്. നമ്മുടെ ചുറ്റും നിന്ന് നമ്മുടെ ഊർജം വലിച്ചെടുക്കുന്നവരെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. പലരുടെയും ജീവിതത്തിൽ വിജയിക്കാനുള്ള എല്ലാ സാധ്യതകളും എല്ലാ പോസിബിലിറ്റിയും എല്ലാ ഓപ്പർച്യൂണിറ്റി ഉണ്ടായിട്ടും ജീവിതത്തിൽ വിജയിക്കാൻ പറ്റാത്ത കുറേ ആളുകളുടെ കഥകൾ നമ്മൾ കേൾക്കാറുണ്ട്. അതിൻ്റെ മെയിൻ റീസൺ അവർക്ക് ചുറ്റുമുള്ള സുഹൃത്തുക്കളാവാം, ബന്ധുക്കളാവാം, അല്ലെങ്കിൽ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടവരാവാം. ഇത്തരം ആളുകളെയാണ് എനർജി സക്കേഴ്സ് എന്ന് പറയുന്നത്. അതായത് എല്ലാവരും, നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാവരും നമ്മുടെ എനർജി വലിച്ചെടുക്കുന്നവരല്ല. എല്ലാത്തിനെ കുറിച്ചും ക്രിട്ടിസൈസ് ചെയ്യുകയും നമ്മളൊരു കാര്യം തുടങ്ങുമ്പോൾ ആ ഒരു കാര്യത്തിൽ പോസിബിലിറ്റി ഉണ്ടെങ്കിൽ പോലും പ്രോബ്ലംസ് കാണുന്ന ആളുകളെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞാൽ അവരാണ് നമ്മുടെ എനർജി സക്കേഴ്സ്. സം പീപ്പിൾ ഓൾ ടൈം നെഗറ്റീവ് തോട്ട്സ്. ഇത്തരം ആളുകൾ അവരെ മാത്രമല്ല മറ്റുള്ളവരെയും നെഗറ്റീവ് തോട്ട്സിലേക്ക് കൊണ്ടുപോകാറുണ്ട്. പലപ്പോഴും നിങ്ങൾക്കൊക്കെ ജീവിതത്തിൽ ആ അനുഭവം ഉണ്ടായിട്ടുണ്ടാകും. ഇങ്ങനെ എനർജി സക്കേഴ്സിൻ്റെ കൂടെ നമ്മുടെ ജീവിതവും നമ്മുടെ സമയവും ചെലവഴിക്കുമ്പോൾ ഒരിക്കലും നമുക്ക് നല്ലൊരു മാസീവ് സക്സസ് ജീവിതത്തിൽ വന്നു ചേരുകയില്ല. ജീവിതത്തിൽ സക്സസ് ഇല്ലെങ്കിൽ എവരി ഡേ നമ്മുടെ ജീവിതം എന്താകും? പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും പരാതികളും നിറഞ്ഞതാകും. അപ്പം നാം സഹവസിക്കുന്ന അല്ലെങ്കിൽ നാം ഇടപെടുന്ന സാഹചര്യങ്ങളും ആളുകളും പോസിറ്റീവ് എനർജിയുള്ള ആളുകളാകുമ്പോൾ മാത്രമാണ് നമുക്ക് ജീവിതത്തിൽ സക്സസ് ഉണ്ടാവുക. അപ്പം എനർജി സക്കേഴ്സ് നമ്മുടെ കൂട്ടുകാരുടെ രൂപത്തിൽ വരാം, കുടുംബക്കാരുടെ രൂപത്തിൽ വരാം, സമൂഹത്തിലെ മറ്റു പല രൂപത്തിലും നമുക്ക് വരാം. ഏത് കാര്യത്തിനും നമ്മളെ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ പുറകോട്ട് വലിക്കുന്ന ഒരു ക്യാരക്ടർ അവരിൽ ഉണ്ട് എന്ന് കാണുമ്പോൾ നമ്മളാണ് അവരിൽ നിന്ന് പിൻവലിയേണ്ടത്. നമ്മുടെ വിരൽ ഇങ്ങനെ ചൂണ്ടുമ്പോൾ എൻ്റെ പരാജയത്തിന് കാരണം അവരാണ് എന്ന് ചൂണ്ടുമ്പോൾ നമ്മുടെ മറ്റ് കൂടുതൽ വിരലുകൾ നീളുന്നത് നമ്മുടെ നേരെയാണ്. അപ്പം മനുഷ്യൻ എന്ന നിലയ്ക്ക് ബുദ്ധിയും വിവേകവും ഉള്ള നമ്മൾ കൃത്യമായ തീരുമാനം എടുക്കാനുള്ള അവകാശം നമുക്കുണ്ട്. കാരണം നമ്മുടെ ലൈഫിനെ ഡിസൈൻ ചെയ്യാനുള്ള ഡിസൈഡ് നമ്മളാണ് എടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ എനർജി സക്കേഴ്സായ ആളുകളെയും സാഹചര്യങ്ങളിൽ നിന്നും മാറി നിൽക്കേണ്ടത് നമ്മുടെ മാത്രം റെസ്പോൺസിബിലിറ്റിയാണ്. ഇത്തരം ആളുകൾ എന്ന് പറയുന്നത് ഏത് സാഹചര്യത്തിലും കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. എത്ര നല്ല മനോഹരമായ കാഴ്ചകൾ കണ്ടാലും അതിൽ എന്തെങ്കിലും നെഗറ്റീവ്, ഇപ്പോൾ നെഗറ്റീവ് ഇല്ലെങ്കിലും നാളെ അത് സംഭവിക്കും. അപ്പം നല്ലൊരു വിവാഹം നടക്കുകയാണ്, ആ ചെക്കനെയും പെണ്ണിനെയൊക്കെ കണ്ട് രണ്ടുപേരും നല്ല മെയ്ഡ് ഫോർ ഈച്ച് അതർ, നല്ല ജോഡികളാണ്. എന്നാലും പറയും ആ ചെക്കൻ്റെ അത്ര കുടുംബ മഹിമ പെണ്ണിന് പോരാ, അല്ലെങ്കിൽ ആ പെണ്ണിൻ്റെ അത്ര ചെക്കൻ്റെ വീട്ടിൽ, ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും പരാതികളെ മുന്നോട്ട് വെക്കുന്ന ഇത്തരം ആളുകൾ അവരുടെ ജീവിതത്തിൽ മാത്രമല്ല മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരിക്കലും ഹാപ്പിനെസ് നൽകില്ല. കാരണം ഇത് ഇവരുടെ ഒരു ബിഹേവിയറും ഒരു സ്ട്രാറ്റജിയും ആയതുകൊണ്ട് അവർക്കതൊരു പ്രോബ്ലമായി തോന്നുകയില്ല. അവരുടെ ഈ ക്യാരക്ടർ അവർക്കൊരു ഹാപ്പിനെസ് അല്ലെങ്കിൽ അവർക്ക് ആ സമയത്ത് ഒരു സുഖം നൽകുന്ന, അത് എന്താ പറയാ, വല്ലാത്തൊരു സുഖം നൽകുന്ന ഒരു ക്യാരക്ടറായിട്ട് അവർക്ക് ഫീൽ ചെയ്യും. അപ്പൊ നമ്മളുടെ ജീവിതത്തിലെ സക്സസിനെ ബാധിക്കുന്ന ഒരിടത്തും നമ്മൾ നിൽക്കരുത്. ഇനി എനർജി സക്കേഴ്സ് ആയിട്ട് പലപ്പോഴും മറ്റുള്ള ആളുകൾ മാത്രമല്ല നമ്മുടെ ചിന്തകൾ പോലും, നെഗറ്റീവ് തോട്ട്സുകൾ പോലും നമ്മുടെ എനർജി സക്കേഴ്സ് ആയിട്ട് മാറാറുണ്ട്. എങ്ങനെയാണ് നമുക്ക് മനസ്സിലാകുക? നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ, നമ്മൾ ചിന്തിക്കുമ്പോൾ എല്ലാത്തിലും നെഗറ്റീവ്, അത് എനിക്ക് പറ്റുമോ,
അതെനിക്ക് സാധിക്കുമോ, എനിക്ക് പറ്റില്ല, എൻ്റെ ജീവിതം എന്താ ഇങ്ങനെ, എന്നെ മാത്രം എന്താ ദൈവം ഇങ്ങനെ സൃഷ്ടിച്ചത്, എൻ്റെ വിധി എന്താ ഇങ്ങനെ നമ്മൾ നെഗറ്റീവ് തോട്ട്സുകൾ നമ്മൾ നമ്മളോട് തന്നെ ഇങ്ങനെ ചോദിക്കുന്നതും നമ്മൾ നമ്മുടെ ഒരു എനർജി സക്കേഴ്സ്, അതായത് ഒരു നെഗറ്റീവ് എനർജിയെയാണ് നമ്മൾ നമ്മളിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മുടെ പോസിറ്റീവ് എനർജി നമ്മളിൽ നിന്ന് വിട്ടുപോവുകയാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും നല്ല സാഹചര്യങ്ങളെ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. എല്ലാ സാഹചര്യങ്ങളും നമുക്ക് ഫേവറബിൾ ആവണമെന്നില്ല, പക്ഷേ നമുക്ക് ഫേവറബിൾ ആകുന്ന സാഹചര്യം നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയും നമ്മൾ കണ്ടെത്തുകയും, അല്ലെങ്കിൽ നമുക്ക് അനുകൂലമല്ലാത്ത സാഹചര്യത്തിൽ നിന്ന് നമ്മളെ എസ്കേപ്പ് ആവലും നമ്മുടെ ജീവിത വിജയത്തിന് അത്യാവശ്യമായ കാര്യമാണ്. അതുകൊണ്ട് ജീവിത വിജയം എന്നത് നമ്മുടെ ആവശ്യമാണ്. ഇവിടെ ആളുകളും സാഹചര്യങ്ങളും മാത്രമല്ല, നമ്മുടെ തോട്ട്സ് പോലും നമ്മുടെ എനർജിയെ ഇല്ലാതാക്കും. അപ്പം നമ്മളെപ്പോഴും പോസിറ്റീവായ ചിന്തകളിലൂടെ കടന്നു പോവുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുകൂലമല്ലാത്ത സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്ന ഏതവസ്ഥയിൽ നിന്നും നമ്മൾ മാറി നിൽക്കുക. നമ്മൾ പഴയമക്കാർ പറയുന്ന ചൊല്ല് കേട്ടിട്ടുണ്ട്, ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും, ചാണകം ചാരിയാൽ ചാണകം മണക്കും. അതിൻ്റെ ഒരു മീനിങ് എന്ന് പറയുന്നത്, നല്ല ഇടങ്ങൾ നമ്മൾ കണ്ടെത്തിയാൽ നല്ല ഒരു ചുറ്റുപാട്, നല്ലൊരു ജീവിത വിജയം നമുക്കുണ്ടാവും. മോശമായ സാഹചര്യങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെങ്കിൽ, നമ്മൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ, അത് മോശമായ സാഹചര്യമാണ് നമ്മളിൽ സൃഷ്ടിക്കുക എന്ന യാഥാർത്ഥ്യം നമ്മൾ ഓരോരുത്തരുമാണ് തിരിച്ചറിയേണ്ടത്. അപ്പം ജീവിത വിജയത്തിന് നമ്മുടെ ഉത്തരവാദിത്തമാണ് നമ്മൾ എവിടെ സഹവസിക്കണം, ആരുടെ കൂടെ സഹവസിക്കണം, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ നമ്മൾ എന്ത് ചിന്തിക്കണം, എന്ത് തീരുമാനമെടുക്കണം എന്നുള്ളതെല്ലാം. അതുകൊണ്ട് നമ്മുടെ ജീവിതം സക്സസ് ആവാൻ പോസിറ്റീവായിട്ട് ചിന്തിക്കുകയും പോസിറ്റീവായ സിറ്റുവേഷനിലൂടെ കടന്നു പോവുകയും ഏത് ജീവിത സാഹചര്യത്തിലും ഒരു കണ്ടൻമെൻ്റായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിട്ടും നമ്മൾ തീരുക എന്നതാണ് ഇതിനുള്ള പോംവഴി. ഓക്കെ, താങ്ക് യു സോ മച്ച്.